നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഏത് വലിയ മുസീബത്തുകളാണെങ്കിലും ശരി, അതിൽ നിന്നും രക്ഷ കിട്ടാൻ പറ്റുന്ന ഒരു 3 ആയത്ത് പറഞ്ഞു തരട്ടെ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന 3 ആയത്തുകളാണ്. ദിവസത്തിൽ കുറഞ്ഞൊരു സമയം ഈ ഒരു 3 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലേക്ക് കണക്കാക്കിയ സകല മുസീബത്തുകളെയും അള്ളാഹു തട്ടിമാറ്റി കൊടുക്കും, അള്ളാഹു സംരക്ഷണം നൽകുമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ഖുർആനിൻ്റെ 3 ആയത്തുകൾ അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതൊക്കെയാണെന്ന് കേട്ടു നോക്കാം. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളുണ്ടാവും, വ്യത്യസ്തങ്ങളായിരിക്കും ഇല്ലേ? ഒരേപോലെയുള്ള പ്രയാസങ്ങളുള്ളവരൊക്കെ വളരെ കുറവാണ്. ഇപ്പം കടബാധ്യത തന്നെ പല ആളുകൾക്കും പല രൂപത്തിലാണുള്ളത്. ചില ആളുകൾക്ക് ലോൺ അടച്ച് തീർക്കാനുള്ളതുണ്ട്, ചില ആൾക്ക് വ്യക്തിപരമായി കൊടുത്തു തീർക്കാനുള്ളതുണ്ട്, ചില ആൾക്ക് ഇനി വരുന്ന കടങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരിക്കും. അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ഇടങ്ങേറുകൾ, രോഗങ്ങൾ തന്നെ വ്യത്യസ്തമായത് പലതും, മുസീബത്തുകൾ ഇങ്ങനെ പലതുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് കാവൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? കാവൽ കിട്ടാനുള്ള മാർഗ്ഗങ്ങൾക്ക് ഏകദേശം ഒന്നുമായിരിക്കും ഇല്ലേ? പരിശുദ്ധ ഖുർആൻ കാവൽ കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ്. ഖുർആൻ്റെ ആയത്തുകളും സൂറത്തുകളും ഒക്കെ നമുക്കതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 3 ആയത്ത് കേൾക്കാം. വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന, വളരെ സിമ്പിളായി ഓതാൻ പറ്റുന്ന, നമുക്കൊക്കെ അറിയുന്ന വാക്കുകളാണ് ഇതിലുള്ളത്, ഈ ആയത്തുകളിലുള്ളത്. വലിയ പ്രയാസമുള്ള കടുകട്ടി വാക്കുകളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓതാൻ വളരെ എളുപ്പവുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തൊന്ന് പഠിച്ചു വെക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുസീബത്തുകൾ ഇനിയും വരും. കാരണം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്, ഒന്നിനു പിറകെ ഒന്നായി ഈ മാലയിൽ നിന്നും മുത്തിങ്ങനെ കൊഴിഞ്ഞു വീഴുമല്ലോ. പൊട്ടിയ മാലയിൽ നിന്നും ഒന്നിനു പിറകെ ഒന്നായി മുത്തിങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് പോലെ മുസീബത്തുകൾ അവസാന കാലഘട്ടം വരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് മുസീബത്തുകൾ ഇനിയും വരാം. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കാവൽ ലഭിക്കാനുള്ള മാർഗ്ഗം നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിക്കാം. അള്ളാഹു മുഴുവനായി കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ-അദ്കാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ, കൽബിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ, ശരീരത്തിന് ആരോഗ്യം നൽകട്ടെ, ആഫിയത്ത് നിലനിർത്തി തരട്ടെ, കടങ്ങൾ തീർത്ത് തരട്ടെ, സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ. ദുആരക്കാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ. ഒരാളുടെ വിഷമമായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുക, അയാളുടെ ആവൂല തൊട്ടടുത്ത ആൾക്കുണ്ടാകുക. ഇപ്പം നമ്മുടെ ഒരു പ്രയാസമാകൂല നമ്മുടെ അയൽവാസിക്ക് ഉണ്ടാകാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സഹോദരൻ്റെ വീട്ടിൽ പോയപ്പോൾ പുറമേ നോക്കുമ്പോൾ ഒക്കെ വലിയ റാഹത്തുള്ള ജീവിതമാണ്, എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി നമ്മെ സമീപിക്കുന്ന വ്യക്തി. പക്ഷേ ഉള്ളറയിൽ വല്ലാതെ പുകഞ്ഞു നീറുന്നൊരു ജീവിതം, ഒരുപാട് പ്രയാസങ്ങൾ. അദ്ദേഹവുമായി സംസാരിച്ച കൂട്ടത്തിൽ മനസ്സിലിങ്ങനെ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ അലട്ടലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ. ഇങ്ങനെ എത്രയോ ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ മുസീബത്ത് അനുഭവിക്കുന്ന ആളുകളെന്ന് ഇല്ലേ? നമുക്ക് കുറച്ച് കടങ്ങളുണ്ടാവും, അല്ല എന്തെങ്കിലും ചെറിയ രോഗങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കുക എന്താ ഏറ്റവും വലിയ ഇടങ്ങേറ് പിടിച്ചവർ നമ്മളായിരിക്കും. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് 2 നില വീട്ടിൽ കഴിയുന്ന ആ വീട്ടുകാരനായിരിക്കും നമ്മേക്കാൾ ഇടങ്ങേറ് പിടിച്ചിട്ട് കഴിയുന്നുണ്ടാവുക. ഉള്ളിൽ പുകയുണ്ടാവുക, നമുക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല ഇല്ലേ? നമ്മൾ അയാളുടെ ആ പുറം മൂടി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ചെയ്യുക, എല്ലാ സമാധാനം ഉണ്ടെന്ന്. പക്ഷേ ഉള്ളറ വല്ലാതെ നീർന്നുണ്ടാവും. അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ അവർക്കുള്ളൊരു പരിഹാര മാർഗം വേണ്ടേ? നമുക്ക് പരിഹാര മാർഗ്ഗങ്ങൾ ഒരുപാട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ മുഴുവനും നമുക്കുള്ള പരിഹാരമാണ്. ദിക്റുകൾ നമുക്കുള്ള പരിഹാരമാണ്. നമ്മുടെ ഖൽബിന് ശാന്തി കിട്ടാൻ, സമാധാനം കിട്ടാനുള്ള വഴിയാണല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ ഖൽബുകൾ, ഹൃദയങ്ങൾ അടങ്ങാനുള്ള, അനക്കമടങ്ങാനുള്ള, നമ്മളെ സാന്ത്വനപ്പെടാനുള്ള മാർഗ്ഗമാണ് ദിക്റുകൾ. അപ്പോൾ ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാണ്. ഈ ഖുർആന്റെ ചില ആയത്തുകളും നമുക്ക് പഠിച്ചു വെക്കാം. ഖുർആൻ മുഴുവനായിട്ട് ഇപ്പോൾ കാണാൻ പഠിച്ചു വെക്കാൻ എല്ലാവർക്കും പറ്റിയൊന്നും വരില്ല. എന്നാലോ ഒരു 3 ആയത്ത് പഠിച്ചു വെക്കാൻ പറ്റൂലേ? ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് ചൊല്ലേണ്ടത് പറഞ്ഞുതരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ഹീന യുസ്ബിഹു സബഅൻ. ആരെങ്കിലും ഒരാൾ രാവിലെ 7 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ, രാവിലെ 7 തവണ ഈ പറയുന്ന ആയത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഏതാണ് ആയത്ത് നിങ്ങൾക്ക് കാണാം. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. ഒന്നാമത്തെ ആയത്ത് ഏതാ? ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. എന്താ അർത്ഥം? ഫല്ലാഹു ഖൈറുൻ ഹാഫിള, കാത്തു സംരക്ഷിക്കുന്നതിൽ ഏറ്റവും ഉത്തമനാരാ? അള്ളാഹു ആണ് അല്ലേ? ഹൈഫുൾ നൽകുന്നവരിൽ
കാവൽ നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ്. എത്ര വലിയ പ്രൊട്ടക്ഷനുകൾ ഉണ്ടെങ്കിലും ശരി, എത്ര വലിയ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, അള്ളാഹുവോളം വരൂല ആ സിസ്റ്റം ഒന്നും. അപ്പം അതുകൊണ്ട് സംരക്ഷണം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ്. വഹു അർഹമുർ റാഹിമീൻ. അത് മാത്രമല്ല, അവൻ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനുമാണ്. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണ് അള്ളാഹു. ഒന്നാമത്തെ ആയത്തതാണ്. രണ്ടാമത്തെ ആയത്തേതാ? ഇന്ന വലിയ്യല്ലാഹുല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ്സാലിഹീൻ. ചെറിയ ചെറിയ ആയത്തുകളാണ്. ഇന്ന വലിയ്യല്ലാഹുല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ്സാലിഹീൻ. ഇന്ന വലിയ്യല്ലാഹുല്ലദീ നസ്സലൽ കിതാബ്. കിതാബ് പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്ന അള്ളാഹു, അവനാണ് എന്ത്? നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്ന ആളാരാ? അള്ളാഹു. നമുക്ക് ഭക്ഷണം നൽകുന്നവൻ, നമുക്ക് ഇടങ്ങേറുകൾ മാറ്റിത്തരുന്നവൻ, രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവൻ, രോഗം നൽകുന്നവൻ, അതിനൊക്കെ ഉള്ള വഴികൾ തുറന്നു തരുന്നവനൊക്കെ ആരാ? അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഏൽപ്പിക്കുകയാണ് എന്ത്? വഹുവ യതവല്ല സ്വാലിഹീൻ. സാലിഹീങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനായ അള്ളാഹു. അള്ളാഹു നല്ല ആളുകളുടെ കാര്യങ്ങളൊക്കെ അവൻ ഏറ്റെടുക്കും. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിക്കുകയാണ്, റബ്ബേ എൻ്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ എന്ന് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു ഏറ്റെടുക്കൂലേ? തീർച്ചയായിട്ടും ഏറ്റെടുക്കും. അള്ളാഹു അതെന്ത് ചെയ്യും? നമ്മുടെ കാര്യങ്ങൾ പരിഹരിച്ചു നൽകും. രണ്ടാമത്തെ ആയത്തതാണ്. മൂന്നാമത്തെ ആയത്ത് ഏതാ? ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ്. എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹസ്ബിയല്ലാഹ് എന്ന് പറയണം. അള്ളാഹു മതി. നമ്മൾ പറയല ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. അതന്നെ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, അള്ളാഹു മതി എനിക്ക്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അവന്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിക്കുന്നു. അള്ളാഹുവിലേക്ക് ഞാനിതാ ഏൽപ്പിക്കുന്നു. എന്റെ മുസീബത്തുകൾ എന്തോ ആയിക്കൊള്ളട്ടെ, അള്ളാഹുവിലേക്ക് ഞാനിതാ ഏൽപ്പിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം. അവൻ അർശിൽ അദീമിന്റെ റബ്ബാണ്. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അർശ്, ആ അർശിന്റെയും റബ്ബാണ് ആര്? അള്ളാഹു. ഈ ഒരു മൂന്നായത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ സുബഹി നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു മൂന്നായത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള മുസീബത്തുകൾ, അത് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസീബത്തുകളാകട്ടെ, ഇനി വരാനുള്ളതാകട്ടെ, ഇപ്പം നേരിട്ടതാകട്ടെ, ഇനി വരാനുള്ളതാകട്ടെ, അതെല്ലാം നീങ്ങിപ്പോകാൻ, അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ കാരണമായി തീരും. ഇതെൻ്റെ വകയായിട്ട് പറയല്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഹദീസിൻ്റെ ഭാഗമായിട്ട് മുത്തുനബി തങ്ങൾ സ്വഹാബത്തിന് ചൊല്ലാൻ എപ്പോഴും പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ചില ആയത്തുകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു മൂന്നായത്തുകൾ ഏറ്റവും എളുപ്പമുള്ള ആയത്തുകളല്ലേ, നമുക്ക് ഓതാൻ പറ്റിയ ആയത്തുകളല്ലേ. ഒന്ന് ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. രണ്ടാമത്തത് ഇന്ന വലിയ്യല്ലാഹുല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ. മൂന്നാമത്തത് ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ മൂന്നായത്തുകൾ ആരെങ്കിലും ഒരാൾ രാവിലെ സുബഹിക്ക് സമയത്ത് 7 തവണ ഓതിയാൽ ഹഫിളഹുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്നതാണ് യൗമഹു ദാലിക. ആ ദിവസം ഏത് ദിവസമാണ് ചൊല്ലിയത്, ആ ദിവസം സകല മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തിന് കാവൽ നൽകും. ആ ചൊല്ലുന്ന ആൾക്ക് കാവൽ നൽകും. നോക്കുങ്ങൾ. അപ്പോൾ ഇന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ ഈ കാവൽ കിട്ടാൻ ഈ ഒരു 3 ആയത്ത് മതി. ഇനിയും അടുത്ത ദിവസം മുടങ്ങാതില്ല. അതാണ് എല്ലാ ദിവസവും മുടങ്ങാൻ എന്ത് ചെയ്യുക? ഒരു 7 തവണ ഈ ഒരു ആയത്ത് കുറഞ്ഞ സമയം 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇത് നോക്കി തീർക്കാൻ. ഇതെപ്പോഴും ഓതേണ്ടത് സുബഹി നിസ്കാര ശേഷം. സുബഹി നിസ്കരിച്ചു. ചില ആളുകളുണ്ട് സുബഹി നിസ്കരിക്കൂല, എന്നിട്ടോ ഇങ്ങനെ ദിക്റും ചൊല്ലി നടക്കുക. എന്നിട്ടോ അവർ ചൊല്ലുന്ന ഉസ്താദ് ഞങ്ങൾ ചൊല്ലിയതിനൊന്നും ഫായിദയില്ലല്ലോ ഉസ്താദ് എന്ന് പറയും. കിട്ടൂല. അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല. നമ്മൾ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ കൂടെ എന്ത് ചെയ്യുക? അപ്പൊ ഉമ്മമാർ ചോദിക്കും എന്ത്, അവർക്ക് നിസ്കാരം ഒഴിവാകുന്ന സമയത്ത്, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. ദിക്റ് എന്ന നിലയിൽ ഈ ആയത്ത് ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഖുർആന്റെ ആയത്ത് എന്ന നിയത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഓതാൻ പറ്റൂല. ദിക്ർ ചൊല്ലുന്ന സാധാരണ നമ്മൾ നിരന്തരം ഇപ്പോൾ ചൊല്ലുന്ന ഔറാദുകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹദ്ദാദ് റാത്തീബ് പതിവാക്കി ചൊല്ലുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ ആയത്തുൽ കുർസിയുണ്ട്, ആമന റസൂൽ, അങ്ങനെ ഖുർആന്റെ ആയത്തുകളൊക്കെയാണ്. ദിക്ർ എന്ന നിലയിൽ അതൊക്കെ ചൊല്ലാം. കാരണം നിരന്തരം ചൊല്ലി വരുന്ന ഔറാദുകൾ, ദിക്റുകൾ എന്ത് ചെയ്യുക? ദിക്ർ എന്ന നിലയിൽ ചൊല്ലാം. അതേസമയത്ത് ഖുർആൻ എന്ന നിലയിൽ ഓതാൻ പറ്റൂല. ഖുർആന്റെ ആയത്തുകൾ ഓതാൻ പറ്റൂല. അതൊരു ബിസ്മി ആണെങ്കിൽ ശരി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലൂല, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, അത് ദിക്റാണെന്ന് പറഞ്ഞിട്ട് ചൊല്ലാം. അതാർക്കും ചൊല്ലാം. ഈ ഹൈലുവിന്റെ സമയത്തും നിഫാസിന്റെ സമയത്തും ജനാബത്തിന്റെ സമയത്തും ഒക്കെ എന്ത് ചെയ്യാം? അതായത് കുളി നിർബന്ധമായിരിക്കുന്ന സമയത്തൊക്കെ ഇത് ചൊല്ലുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ദിക്ർ എന്ന നിലയിൽ. പക്ഷെ അതേ സമയത്ത് ഖുർആൻ എന്ന നിലയിൽ ആ ബിസ്മി പോലും പറയൽ എന്താണ്? നമ്മൾ കഴിക്കാൻ നേരത്തെ ഒരു ബിസ്മി പറയുമല്ലോ, ആ ബിസ്മി പറയൽ പോലും തെറ്റാണ്. അപ്പം അതല്ലാത്തോ അങ്ങനെ തന്നെ.
ഈ ആയത്ത് ഓതുമ്പോഴും അത് തന്നെ നമ്മൾ ദിക്ർ എന്ന നിലയിൽ എന്ത് ചെയ്യാ ചൊല്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നമുക്ക് മുസീബത്തുകൾ കടന്നു വരുമ്പോൾ നമ്മൾ ബേജാറാകലല്ല വേണ്ടത്, മറിച്ച് ക്ഷമ കൈക്കൊള്ളുകയും അതിനുള്ള പ്രതിവിധി തേടുകയും ചെയ്യുക. അതിനാണ് എന്ത് ചെയ്യുക, ഖുർആനും ദിക്റുകളും പരിശുദ്ധമായ സ്വലാത്തുകളും ഒക്കെ നമുക്ക് പരിഹാരമായിട്ടുള്ളത്. നമ്മളതൊന്നും കുറഞ്ഞ സമയം ചെയ്യാൻ, അതിനുവേണ്ടി കുറഞ്ഞ സമയം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഖൈറാത്തുകൾക്ക് അള്ളാഹു അവസരം നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും തീർത്ത് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ചെറിയൊരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും, അവരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു 3 ആയത്ത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക. അള്ളാഹു നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ ചേർത്ത് തരുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.